Alhamdulillahi Rabbil Alameen. Wala akibatu lil muttaqin wala udwana illa ala zalimin. Wa nusalli wa nusallim ala ashrafil anbiya'i wal mursalin wa ala alihi wa ashabihi wal faizina biridallah amma ba'd. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലെ ആദരണീയരായ കേരള നദുവത്തുൽ മുജാഹിദീന്റെ ജില്ലാ നേതാക്കളെ, സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. വിശ്വാസികൾക്കേറെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ പരിശുദ്ധ റമളാനിന്റെ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്യാനും ഈ റമളാനിലൂടെ റയ്യാനിലേക്ക് പ്രവേശിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ മാനവരാശിക്ക് അല്ലാഹു സമ്മാനമായി നൽകിയ അവരുടെ വേദഗ്രന്ഥമാണ്. ആ വേദഗ്രന്ഥം അവതരിക്കപ്പെട്ട അനുഗ്രഹീതമായ ഒരു മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ലോകത്തെ ഏത് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാലും ആ ഗ്രന്ഥങ്ങൾക്കെല്ലാം പോരായ്മകളുണ്ട്. എന്നാൽ ലോകത്ത് പോരായ്മകളില്ലാത്ത ഏത് കാര്യങ്ങൾ പരിശോധിച്ചാലും, ഏത് മാനദണ്ഡങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് വിശകലനം നടത്തിയാലും ആർക്കും ഒരു പോരായ്മകൾ കാണാൻ കഴിയാത്ത ലോകത്തെ ഒരേ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ നമ്മെ നയിക്കുന്നത് നന്മയിലേക്കാണ്. ആ ഖുർആൻ നമ്മെ നയിക്കുന്നത് വെളിച്ചത്തിലേക്കാണ്. വഴികേടുകളില്ലാത്ത, വക്രതകളില്ലാത്ത വിശുദ്ധമായ ഒരു ജീവിത നിലപാടുകളിലേക്ക് നമ്മെ നയിക്കുന്ന നമ്മുടെ ഗ്രന്ഥമാണ് ഖുർആൻ. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഏറ്റവും ചൊവ്വായതിലേക്ക് മനുഷ്യരെ വഴി നടത്തുന്ന വേദഗ്രന്ഥമാണ്. ഏറ്റവും ചൊവ്വായ, വക്രതയില്ലാത്ത, വളവില്ലാത്ത വിശുദ്ധമായ നിലപാടിലേക്ക് മനുഷ്യരെ വഴി നടത്തുന്ന വേദഗ്രന്ഥമാണ് ഖുർആൻ. വഴിയറിയാത്തവർക്കുള്ളൊരു ചൂണ്ടുപലകയാണ് വിശുദ്ധ ഖുർആൻ. ഇരുട്ടിൽ തപ്പുന്ന മനുഷ്യർക്ക് വെളിച്ചം തേടുവാനുള്ള വിളക്കുമാടമാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ അനുസരിച്ച് ആര് ജീവിക്കുന്നുവോ, ആ ഖുർആൻ ആർ ഇമാമായി സ്വീകരിക്കുന്നുവോ, വിശുദ്ധ ഖുർആൻ ആരവരുടെ ജീവിതത്തിന്റെ ഒരു ചൂണ്ടുപലകയായി സ്വീകരിക്കുന്നുവോ, മൻ ജഅലഹു ഇമാമഹു ഖാദഹു ഇലൽ ജന്ന. ആ ഖുർആൻ അവനെ സ്വർഗ്ഗത്തിലേക്ക് നയിക്കും. ഖുർആനെ ആരെങ്കിലും ഇമാമായി സ്വീകരിച്ചാൽ വിശുദ്ധ ഖുർആൻ അവനെ സ്വർഗ്ഗത്തിലേക്ക് വഴി നടത്തും. വമൻ ജഅലഹു ഖൽഫഹു സാഖഹു ഇലന്നാർ. ആ ഖുർആനെ ആര് പിന്നിലേക്ക് മാറ്റിവെച്ചോ, ആ ഖുർആനെ ആര് ബാക്കിലേക്ക് മാറ്റിവെച്ചോ, അതവനെ നരകത്തിലേക്ക് നയിക്കുമെന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു വിളക്കുമാടമായി ഖുർആനിനെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ ഖുർആൻ നമ്മുടെ കൈകളിലുണ്ട്. ആ ഖുർആനിന്റെ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. പക്ഷേ എത്രത്തോളം ആ ഖുർആനുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് പരിശോധിക്കാനുള്ള ഒരു സുവർണാവസരമാണ് നമുക്ക് ഈ റമളാൻ. ഖുർആനിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പ്രയോഗിക്കുന്നത് അത് ഫുർഖാനാണ്. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ സത്യാസത്യ വിവേചനമാണ് ആ ഖുർആൻ. സത്യത്തെയും അസത്യത്തെയും നമുക്ക് വേർതിരിച്ച് കാണിക്കുന്ന, സത്യത്തെയും അസത്യത്തെയും നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു മാനദണ്ഡമാണ് ആ ഖുർആൻ. ഖുർആനുമായി ബന്ധം സ്ഥാപിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന വലിയ ഉന്നതമായ ചില സമ്മാനങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ അഹ്ലുസ് സുഫയിൽപ്പെട്ട സ്വഹാബികൾ ഉണ്ടായി.
അഹ്ലു സുഫയുടെ പ്രത്യേകത മദീനത്തെ പള്ളിയിൽ പട്ടിണി കിടക്കുന്ന, സ്വന്തമായി കിടപ്പാടമില്ലാത്ത, ദാരിദ്ര്യത്തിന്റെ എല്ലാ പ്രതിസന്ധികളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന സ്വഹാബികളായിരുന്നു അഹ്ലു സുഫയിൽപ്പെട്ട ആളുകൾ. ഒരു നേരത്തെ ഈത്തപ്പഴം പോലും വാങ്ങി തിന്നാൻ വകയില്ലാത്ത പാവപ്പെട്ടവരായിരുന്നു അവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ അവരെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, മദീനയിൽ ഏറ്റവും സുന്ദരമായ ഒട്ടകങ്ങളെ കിട്ടുന്ന അക്കീഖ് താഴ്വരയും ബുത്ഹാൻ താഴ്വരയും നിങ്ങൾക്ക് ആർക്കാണ് ആ താഴ്വരയിൽ ചെന്ന് ബലപ്രയോഗം കൂടാതെ ചുവന്നു തൊടുത്ത ഒട്ടകങ്ങളെ കൊണ്ടുവരാൻ ആഗ്രഹമുള്ളത്? അവർ അത്ഭുതത്തോടു കൂടി ചോദിച്ചു, നബിയെ, ആർക്കാണ് ഇതിന് ആഗ്രഹമില്ലാത്തത്? ആർക്കെങ്കിലും ആഗ്രഹമില്ലാതുണ്ടോ? പക്ഷേ അക്കീഖിലും ബുത്ഹാനിന്റെയും വലിയ താഴ്വരയിൽ ചെന്ന് വിലപിടിപ്പുള്ള ചുവന്നു തൊടുത്തൊട്ടകങ്ങളെ കൊണ്ടുവരാൻ സമ്പന്നന്മാരായ ആളുകൾ മത്സരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു നേരത്തെ ഈത്തപ്പഴം പോലും വാങ്ങി തിന്നാൻ വകയില്ലാത്ത ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് എങ്ങനെയാണ് നബിയെ അത് ആഗ്രഹിക്കാൻ പോലും കഴിയുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് 2 ആയത്ത് പാരായണം ചെയ്യുന്നവർക്ക് അക്കീഖ് താഴ്വരയിലും ബുത്ഹാൻ താഴ്വരയിലും ചെന്ന് വിലപിടിപ്പുള്ള ചുവന്നു തൊടുത്തൊട്ടകങ്ങളെ കൊണ്ടുവരുന്നതിന്റെ പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. അറബികൾക്ക് ദുനിയാവിൽ ഏറ്റവും പ്രിയപ്പെട്ടതാണ് ചുവന്നു തൊടുത്തൊട്ടകങ്ങൾ. ആ അറബികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ആകാശഭൂമികൾക്കിടയിലെ ഏറ്റവും പ്രിയപ്പെട്ട ചുവന്നു തൊടുത്തൊട്ടകങ്ങളെ കിട്ടുന്നതിനേക്കാളും വലിയ പ്രതിഫലമാണ് വിശുദ്ധ ഖുർആനിൽ ആയത്തുകൾ പാരായണം ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ളത് എന്നതിന്റെ ശ്രേഷ്ഠത നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, വിശുദ്ധ ഖുർആനുമായി റമളാനിന് ഒരു ആത്മബന്ധമുണ്ട്. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിക്കപ്പെട്ട മാസമാണ് റമളാൻ. മാത്രമല്ല, ആ റമളാനിന്റെ പവിത്രതയേറിയ രാത്രികളിലാണ് വിശുദ്ധ ഖുർആനിന്റെ അവതരണം ഉണ്ടായത്. സിയാമു വൽ ഖുർആൻ, നോമ്പും ഖുർആനും നമുക്ക് വേണ്ടി നാളെ ശുപാർശ പറയും എന്ന് ഖുർആനിന്റെ ആളുകളെ സംബന്ധിച്ച് അവർക്കൊരു സന്തോഷ വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നുണ്ട്. الصيام والقرآن يشفعان للعبد يوم القيامة, ഖിയാമത്ത് നാളിൽ ആ ഖുർആനും നോമ്പും നമുക്ക് വേണ്ടി ശുപാർശ പറയും. ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി, ഖുർആൻ അതിന്റെ ആളുകൾക്ക് നാളെ ഖിയാമത്ത് നാളിൽ ശുപാർശ പറയും. ഏത് പരലോകത്ത്, ഏത് ഖിയാമത്ത് നാളിൽ, വിചാരണയുടെ നാളിൽ ആരും നമുക്ക് സപ്പോർട്ട് ചെയ്യാനില്ലാത്ത, ആരും നമുക്ക് വേണ്ടി സംസാരിക്കാനില്ലാത്ത, ആരും നമുക്ക് വേണ്ടി ഒന്ന് ശുപാർശ പറയാനില്ലാത്ത ആ പരലോകത്ത് ഖുർആൻ നമുക്ക് വേണ്ടി സംസാരിക്കും. നമ്മൾ ആരായി തീരണം? ഖുർആനിന്റെ ആളുകളായി തീരണം. അതിന്റെ ആളുകൾക്ക് വേണ്ടി ഖുർആനും നോമ്പും നാളെ സംസാരിക്കും. എറണാകുളത്തേക്ക് നമ്മളൊരു യാത്ര പോയി. യാത്ര ചെയ്യുമ്പോൾ എറണാകുളത്ത് നമുക്ക് കാണേണ്ട ആളുടെ അഡ്രസ് നമ്മുടെ പോക്കറ്റിലാണ്. അവിടെ ചെന്ന് നമ്മുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ട ആവശ്യമുള്ള പണം പോക്കറ്റിൽ, നമ്മുടെ പേഴ്സിലാണ്. നമ്മുടെ പോക്കറ്റിൽ തന്നെയാണ് ആരെയാണോ നമുക്ക് കാണേണ്ടത് അയാൾ അഡ്രസ് ഉള്ളത്. വാഹനത്തിൽ വെച്ചത് പോക്കറ്റ് അടിക്കപ്പെട്ടു, കാണേണ്ട അഡ്രസ് നഷ്ടപ്പെട്ടു. വിളിക്കാനുള്ള മൊബൈൽ ഫോൺ കൈകളിലില്ല. നന്നായി വിശക്കുന്നു, ദാഹിക്കുന്നുണ്ട്. ഒരു നേരത്തെ വെള്ളം വാങ്ങി കുടിക്കാൻ ഒരു നാണയത്തുട്ട് പോലും കൈകളിലില്ല. നന്നായി വിശക്കുന്നുണ്ട്. ഒന്ന് ഭക്ഷണം വാങ്ങി കഴിക്കാൻ 1 രൂപ പോലും കൈകളിലില്ല. പ്രയാസം അനുഭവിക്കുന്ന, പ്രതിസന്ധി അനുഭവിക്കുന്ന ആ സന്ദർഭത്തിൽ നമ്മൾ സഹായിക്കാൻ ഒരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ആരെങ്കിലും അയാളെ ജീവിതത്തിൽ എന്തെങ്കിലും മറക്കും. നമുക്ക് എന്തെങ്കിലും അയാളെ മറക്കാൻ കഴിയും. യാത്ര പറഞ്ഞ് തിരിച്ചു പോരുമ്പോഴും നമ്മൾ പറയും, ഞാൻ ഒരിക്കലും താങ്കളെ മറക്കില്ല. വീട്ടിലെത്തിയാൽ നമ്മൾ ഭാര്യയോട് പറയും, കുടുംബത്തോട് പറയും, നമ്മുടെ സുഹൃത്തുക്കളോട് പറയും. വലിയ പ്രയാസത്തിന്റെ, പ്രതിസന്ധിയുടെ ഒരു ദിവസത്തിൽ, ആരും സഹായിക്കാനില്ലാത്ത ഘട്ടത്തിൽ ഒരു ദൈവദൂതനെ പോലെ എന്നെ സഹായിക്കാൻ ഒരാൾ അവിടെ കടന്നു വന്നു. അയാളെ ഞാൻ ഒരിക്കലും മറക്കില്ല. അയാളോടുള്ള സ്നേഹം എന്റെ ഹൃദയത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മൾ ഭൗതികമായി നമുക്ക് അയാൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. എന്നാൽ ആരും സഹായിക്കാനില്ലാത്ത നമ്മുടെ പരലോകം, ആരും നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനില്ലാത്ത വിചാരണയുടെ നാളിൽ, മക്കളും മാതാപിതാക്കളും പരസ്പരം സഹായിക്കാത്ത, ഭാര്യയും ഭർത്താവും പരസ്പരം സപ്പോർട്ട് ചെയ്യാത്ത, ആരും ആർക്കു വേണ്ടിയും സംസാരിക്കാനില്ലാത്ത ആ പരലോകത്ത് നമുക്ക് വേണ്ടി ഖുർആൻ സംസാരിക്കും. ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ്, സമ്പത്ത് ചെലവഴിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിന്റെ അധികവും നാം ത്യാഗപൂർണമായ പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്നത് നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടിയാണ്. ആ മക്കളെ നാളെ പരലോകത്ത് വെച്ച് കാണും. വിശുദ്ധ ഖുർആൻ അത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മക്കളെ പരലോകത്ത് വെച്ച് കാണുമ്പോൾ മാതാപിതാക്കൾ മക്കളോട് ചോദിക്കും, മോനെ, നീ എനിക്കൊരു അമല് തരുമോ? ഒരേ അമല് വാപ്പക്ക് തന്നാൽ വാപ്പ സ്വർഗത്തിലാണ്, ഒന്ന് തന്നാൽ വാപ്പ രക്ഷപ്പെടും. നീ വെറുതെ തരണ്ട. ദുനിയാവിൽ ഞാൻ നിനക്ക് ചെയ്തു തന്ന നന്മകളെ കുറിച്ചൊക്കെ നീ ഒന്ന് ആലോചിച്ചു നോക്ക്.
എത്രമാത്രം നന്മയാണ് ഞാൻ നിനക്ക് ചെയ്തത്, നിനക്ക് ഞാൻ ചെയ്തതെന്ന നന്മയുടെ ആഴങ്ങളെ കുറിച്ച് നിനക്കറിയും. നിനക്ക് വലിയ 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 കോളേജുകളിൽ അഡ്മിഷൻ വേണമെന്ന് നീ വാശി പിടിച്ചപ്പോൾ കൊടുക്കാൻ പണമില്ലാഞ്ഞിട്ടും വാപ്പ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ നീ മറന്നുപോകരുത്. നിനക്ക് വേണ്ടിയാണ് വാപ്പ കഷ്ടപ്പെട്ടത്. അറബ് രാജ്യത്തെ സൂര്യപ്രകാശത്തോട് കിന്നാരം പറഞ്ഞതും അറബ് രാജ്യത്തെ മണത്തരികളിൽ വാപ്പയുടെ യൗവനവും യുവത്വവും ജീവിച്ചു തീർത്തതും ഒക്കെ നിനക്ക് വേണ്ടിയാണ്, നിന്റെ ജീവിതത്തിനും നിന്റെ സൗഭാഗ്യത്തിനും വേണ്ടിയാണ്. നീ അതിനൊക്കെ പകരായി ഒരേ അമല് വാപ്പക്ക് തരൂ. അപ്പൊ വാപ്പനോട് മോൻ പറയും, വാപ്പ പറഞ്ഞൊക്കെ ശരിയാ, എല്ലാം ശരിയാണ് വാപ്പ പറഞ്ഞത്. വാപ്പയാണ് എന്റെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് ഉണ്ടാക്കി തന്നത്. വാപ്പയാണ് എന്നെ വലിയ ആ കോളേജുകളിൽ അഡ്മിഷൻ വാങ്ങി തന്നത്. കൊടുക്കാൻ പണമില്ലാഞ്ഞിട്ട് വാപ്പ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ മുഴുവൻ ഞാൻ കണ്ടതാണ്. എനിക്ക് വേണ്ടിയാണ് വാപ്പയുടെ യുവത്വവും വാപ്പയുടെ യൗവനവും ഒക്കെ വാപ്പ ചെലവഴിച്ചത്. അറബ് രാജ്യത്ത് സൂര്യപ്രകാശത്തിന്റെ കീഴിൽ പണിയെടുത്ത് പേരറിയാത്ത കുറെ അസുഖങ്ങളും പേറി നാട്ടിലേക്ക് വാപ്പ വാർദ്ധക്യത്തിൽ തിരിച്ചു വന്നത് ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ ഒരമല് പോലും വാപ്പ ഇവിടെ പ്രതീക്ഷിക്കേണ്ടതില്ല. ഞാനൊന്ന് വാപ്പക്ക് വേണ്ടി തന്നാൽ എന്റെ കാര്യം ഘട്ടത്തിലാണ്. അതുകൊണ്ട് പടച്ചവനെ, എന്റെ വാപ്പയെ നരകത്തിലേക്ക് നീ എന്നെ കാത്തുരക്ഷിക്കണേ എന്ന് മക്കൾ പറയുന്ന ആ പരലോകം നമുക്ക് വരാനുണ്ട്. ഭാര്യയും ഭർത്താവും എന്തൊരു സ്നേഹമാണ് ദുനിയാവിൽ, വലിയ സ്നേഹബന്ധമാണ് അവർ പരസ്പരം. പക്ഷേ ആ ഭർത്താവ്, ചിലർ പറയും ഞങ്ങൾ 50 കൊല്ലായി ഒരിക്കൽ പോലും ഒന്ന് പിരിഞ്ഞ് ജീവിച്ചിട്ടില്ല, 50 കൊല്ലമായി ഞങ്ങളൊന്ന് വേർതിരിഞ്ഞ് താമസിച്ചിട്ടില്ല, ഞങ്ങൾ ഒരിക്കലും പരസ്പരം ഒന്ന് തെറ്റിയിട്ടില്ല. 50 കൊല്ലത്തെ ദാമ്പത്യ ജീവിതം, ആ ജീവിതത്തിൽ ഞാനില്ലാതെ അദ്ദേഹത്തിനും അദ്ദേഹമില്ലാതെ എനിക്കും ഇറങ്ങാൻ കഴിയില്ല. അങ്ങനെ ദാമ്പത്യ ജീവിതത്തിന്റെ ചരിത്രം പറയുന്ന ഭാര്യ ഭർത്താക്കന്മാർ, ഭാര്യ മരണപ്പെട്ട രാത്രിയിൽ ആരും കൂട്ടിനില്ലാത്ത പള്ളിക്കാട്ടിൽ ആ ഭാര്യയെ കബറടക്കി ഒരു ഭർത്താവ് ലോകത്ത് ചിന്തിച്ചിട്ടില്ല, 50 കൊല്ലമായല്ലോ ഞാനില്ലാതെ അവൾ ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഇന്ന് രാത്രി അവൾ എങ്ങനെ ഒറ്റയ്ക്ക് അവിടെ കഴിയും, ഞാൻ ഇന്ന് രാത്രി അവൾക്കൊന്ന് കൂട്ടിരിക്കട്ടെ എന്ന് ലോകത്തൊരു ഭർത്താവും ഒരു ഭാര്യയുടെ കബറടത്തിലും പോയി കൂട്ടിരുന്നിട്ടില്ല. ആരും നമുക്ക് വേണ്ടി സംസാരിക്കാത്ത, ആരും നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാത്ത, ആരും നമുക്ക് വേണ്ടി ശുപാർശ പറയാത്ത ആ പരലോകത്ത് ഖുർആൻ നമുക്ക് വേണ്ടി സംസാരിക്കുമെന്ന് റസൂലുള്ളാഹി. ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി. അതിന്റെ ആളുകൾക്ക് ഖുർആൻ ശുപാർശ പറയും. ഖുർആൻ ശുപാർശ പറയുന്ന ആർക്കാ? അതിന്റെ ആളുകൾക്കാണ്, ആ ഖുർആനിന്റെ ആളുകൾ. അല്ലെങ്കിലോ ഖുർആനിന്റെ ആളുകളല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. അല്ലാഹുവേ, ഈ ജനസമൂഹം ഖുർആനിനെ മാറ്റിവെച്ചവരാണ്, വലിച്ചെറിഞ്ഞവരാണ്. ഇവരെ നീ എന്റെ അടുക്കൽ നിന്ന് അകറ്റിക്കളയണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കും. ജൂതന്മാരെ കുറിച്ചല്ല, ക്രൈസ്തവരെ കുറിച്ചല്ല, മുശ്രിക്കുകളെ കുറിച്ചല്ല, ഖുർആനിന്റെ അനുയായികളായ എന്നെയും നിങ്ങളെയും സംബന്ധിച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ ഈ സമുദായത്തെ നീ അകറ്റിക്കളയണേ എന്ന് അല്ലാഹുവിനോട് പരാതി പറയുക എന്ന് ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നബി തിരുമേനിക്ക് നമ്മളോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല, നമ്മളോട് വിരോധമുള്ളത് കൊണ്ടല്ല. നബി തിരുമേനി കരുണ കാണിച്ചതുപോലെ ആരാണ് ലോകത്തോട് കരുണ കാണിച്ചിട്ടുള്ളത്? മനുഷ്യരോട് മാത്രമല്ല, ശത്രുക്കളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരുണ കാണിച്ചു. ശത്രുക്കളുടെ കുട്ടികളെ കൊന്നൊടുക്കുന്നത് കണ്ടപ്പോൾ കൊല്ലപ്പെട്ട് കിടക്കുന്ന കുട്ടികളെ ചൂണ്ടി ആരാണ് ഈ അക്രമം പ്രവർത്തിച്ചത് എന്ന് ശത്രുക്കളുടെ കുട്ടികളോട് കരുണ കാണിച്ച പ്രവാചകൻ, സ്വന്തം അനുചരന്മാരോട് അഗാധമായ സ്നേഹം വെച്ച് പുലർത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ജൂതന്റെ മയ്യത്തുമായി കടന്നു പോകുമ്പോൾ എഴുന്നേറ്റ് ആദരവ് പ്രകടിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മനുഷ്യരോട് മാത്രമല്ല പർവ്വജാലങ്ങളോട് ആ പ്രവാചകൻ കരുണ കാണിച്ചു. പക്ഷിക്കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് വന്ന അനുചരനോട് കൂട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയി വെക്കലാണ് ലോകത്തെ ഏറ്റവും വലിയ പുണ്യകർമ്മമെന്ന് ഒരു പക്ഷിക്കുഞ്ഞിന്റെ കണ്ണീര് പോലും കാണാൻ കഴിയാത്ത പ്രവാചകൻ ഒട്ടകത്തിന്റെ മൂക്ക് കയറാൻ വലിച്ച ആയിഷ ബിബിയോട് വലിക്കരുത് ആയിഷ, ഒട്ടകത്തിന്റെ കഴുത്തിന് വേദനിച്ചാൽ നാളെ ആ പടച്ചറപ്പിന്റെ കോടതിയിൽ ഒട്ടകത്തിന്റെ കണ്ണീരിൽ നിന്ന് ഈ ഉത്തരം പറയേണ്ടി വരുമെന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ താക്കീത് ചെയ്ത പ്രവാചകൻ ജന്തുജാലങ്ങൾക്ക് കാരുണ്യമായി, പർവ്വജാലങ്ങൾക്ക് കാരുണ്യമായി, നടന്നു പോകുന്ന വഴികളിലെ മരങ്ങൾ മുറിക്കരുതെന്ന് സ്വന്തം അനുചരന്മാരെ താക്കീത് ചെയ്ത പ്രവാചകൻ സസ്യജാലങ്ങൾക്ക് കരുണയായി, എല്ലാവരോടും കരുണ കാണിച്ച ആ പ്രവാചകൻ മാത്രമല്ല, നാളെ നരകത്തിന് പുറകെ സ്വർഗത്തിലേക്ക് സിറാത്ത് പാലത്തിലൂടെ ഓരോ അടിമകളും കയറിപ്പോകും. സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്ന സിറാത്ത് പാലത്തിന്റെ തൊട്ട് മുമ്പ് സുജൂദിൽ കിടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമെന്ന് ഹദീസുകളിൽ കാണാം. ഓരോരുത്തരും ആ പാലത്തിൽ
ദ്വാരത്തിലേക്ക് കയറുമ്പോൾ സുജൂദിലായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം, പടച്ചവനെ ഈ അടിമയെ നീ രക്ഷിക്കണേ, ഈ അടിമയെ രക്ഷിക്കണേ എന്ന് സിറാത്ത് പാലത്തിന്റെ മുന്നിൽ തങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കും. പക്ഷേ സ്വന്തം അനുയായികളെ ഇത്രയധികം സ്നേഹിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആട്ടിയോടിക്കുന്ന ഒരു ഘട്ടം ഖുർആൻ പഠിക്കാത്തവരെ കുറിച്ചും ആ ഖുർആൻ ഒരു വെളിച്ചമായി ജീവിതത്തിലേക്ക് സ്വീകരിക്കാത്തവരെ സംബന്ധിച്ചുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നാം തിരിച്ചറിയേണ്ടതുണ്ട്. മാത്രമല്ല അള്ളാഹ്ക്ക് ചില ആളുകൾ, അള്ളാഹുവിന് ചില ആളുകളുണ്ട്. ഇന്നലില്ലാഹി അഹ്ലീൻ, അള്ളാഹുവിന് ചില ആളുകളുണ്ട് ജനങ്ങളുടെ കൂട്ടത്തിൽ. ഖാലൂ യാ റസൂലല്ലാഹ് മൻഹും, അള്ളാഹുവിന്റെ ദൂതരെ ആരാണ് പാർട്ടിക്കാരെന്ന് പറയുന്നത്? ആരെ സംബന്ധിച്ചാണ് അള്ളാഹുവിന്റെ പാർട്ടിക്കാരെന്ന് അങ്ങ് വിശദീകരിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹും അഹ്ലുൽ ഖുർആൻ, അവർ ഖുർആനിന്റെ ആളുകളാണ്, ഖുർആൻ സ്വീകരിച്ചവരാണ്, ഖുർആൻ ഒരു വിളക്കുമാടമായി ജീവിതത്തിലേക്ക് സ്വീകരിച്ചവരാണ്, ഖുർആൻ ജീവിതത്തിന്റെ വഴികാട്ടിയായി വെളിച്ചമായി ജീവിതത്തിലേക്ക് ഏറ്റെടുത്തവരാണ് അള്ളാഹുവിന്റെ പാർട്ടിക്കാർ, അള്ളാഹുവിന്റെ ആളുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്, പറഞ്ഞു തരുന്നുണ്ട്. എത്രത്തോളാന്നറിയാം ഖുർആൻ നമ്മൾ പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം ഒറ്റ സംഭവം മതി. റമളാന്റെ തുടക്കത്തിൽ ഒരു നബിവചനം എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. മദീനത്തെ പള്ളി മിമ്പറിലേക്ക് കയറുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ പടിയിലേക്ക് കയറുമ്പോഴും ആമീൻ 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 എന്ന് 3 തവണ പറയുകയാണ്. അപ്പൊ സഹാബികൾ ചോദിച്ചു, അത്ഭുതത്തോടു കൂടി ചോദിച്ചു, നബിയെ അങ്ങ് പ്രാർത്ഥിച്ചത് ഞങ്ങളൊന്നും കേട്ടിട്ടില്ല, അങ്ങ് പ്രത്യേകമായി എന്തെങ്കിലും പറഞ്ഞത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല, പിന്നെന്തിനാണ് താങ്കൾ ആമീൻ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ആതാനി ജിബ്രീൽ, എന്റെ അടുക്കൽ ജിബ്രീൽ വന്നു ഞാൻ ആ മിമ്പറിലേക്ക് കയറുമ്പോൾ, എന്നിട്ട് എന്നോട് പറഞ്ഞു, മൻ അദറക റമളാൻ, ആരുടെയെങ്കിലും ജീവിതത്തിൽ റമളാൻ വന്നു, റമളാൻ അവസാനിക്കുമ്പോഴും അവന്റെ പാപങ്ങൾ മായ്ക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ, ഫദഖലന്നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കട്ടെ, ഫഅബഅദഹുല്ലാഹ്, എല്ലാ നന്മകളിൽ നിന്നും അവൻ അകറ്റപ്പെടട്ടെ. കുൽ ആമീൻ, നബിയെ താങ്കൾ ആമീൻ പറയുക. ഫഖുൽതു ആമീൻ, അപ്പോഴാണ് ഞാൻ ആമീൻ പറഞ്ഞത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. എപ്പോ ആമീൻ പറഞ്ഞതാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രാർത്ഥിച്ചതാരാ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. പ്രാർത്ഥന നടത്തിയ സ്ഥലമേതാ? റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന ആ റൗളയിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, പവിത്രമേറിയ മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത്. എന്താ പ്രാർത്ഥിച്ചത്? റമളാൻ വന്നിട്ടും പാപങ്ങൾ ബാക്കിയുള്ളവൻ അല്ലാഹു ശപിക്കട്ടെ, അവൻ നരകത്തിൽ പ്രവേശിക്കട്ടെ. ഈ പ്രാർത്ഥന സ്വീകരിക്കുമോ ഇല്ലേ എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഇത് സ്വീകരിക്കപ്പെടുമോ ഇല്ലേ എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ലല്ലോ. ചിലപ്പോ നമുക്ക് തോന്നും ഇതൊരല്പം ക്രൂരതയായി പോയോ ഇങ്ങനെ പറഞ്ഞത്. 1 മാസം ജീവിക്കുമ്പോഴേക്കും പാപങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അള്ളാഹു ശപിക്കട്ടെ എന്ന് പറഞ്ഞത് അത് ഒരല്പം കടന്ന കൈയായി പോയി എന്ന് ചിലപ്പോ നമുക്ക് തോന്നും. പക്ഷെ റമളാൻ എന്ന മാസത്തിൽ നമുക്ക് ചെയ്തു തന്ന പുണ്യങ്ങളുടെ ആഴങ്ങളെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ വിശാലമായ കാരുണ്യത്തിന്റെ ആ ആഴത്തെ സംബന്ധിച്ച് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു അശ്റു അംസാലിഹ്, ഒരു ഹർഫ് ഖുർആനിൽ ഓതിയ 10 പ്രതിഫലം. വലാ അഖൂലു അലിഫ് ലാം മീം ഹർഫ്, ഞാൻ ഒരിക്കലും പറയില്ല അലിഫ് ലാം മീം എന്നുള്ളൊരു ഹർഫാണ്. അലിഫ് ഒരു ഹർഫാണ്, ലാം ഒരു ഹർഫാണ്, മീം ഒരു ഹർഫാണ്. അപ്പൊ ഒരു അലിഫ് എന്നൊരു അക്ഷരം ഖുർആനിൽ ഓതിയ 10 നന്മ സാധാരണ വെറുതെ നമ്മൾ ഓതിയ കിട്ടും. റമളാനിലായാലോ കണക്ക് നോക്കാത്ത പ്രതിഫലം കിട്ടുന്ന മാസം. റമളാനിൽ കണക്ക് നോക്കാത്ത പ്രതിഫലം 700-ലധികം ഇരട്ടി നന്മകൾ കിട്ടുന്ന ഈ പവിത്രമായ മാസത്തിൽ ഖുർആനിൽ അലിഫ് ലാം മീം എന്നൊരു ആയത്ത് ഓതിയ കിട്ടുന്ന പ്രതിഫലം എത്ര ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? 10 സാധാരണ കിട്ടും. അതിന്റെ 700-ലധികം ഇരട്ടി നന്മ അലിഫ് ലാം മീം എന്നൊരു ആയത്ത് നമ്മൾ ഓതിയാൽ 30-700 നന്മ ജീവിതത്തിലേക്ക് അല്ലാഹു തരും. ഒരാവർത്തി ഖുർആൻ ഒന്ന് ഓതി തീർത്ത നമുക്ക് കിട്ടുന്ന പുണ്യത്തിന്റെ എണ്ണവും ആഴവും പരപ്പും കൂട്ടി നോക്കാൻ ആർക്കാണ് കഴിയുക? അതൊന്ന് കൂട്ടി എഴുതാൻ പറ്റിയ പേപ്പറുകൾ ആരുടെ കൈവശമാണുള്ളത്? ആ ഖുർആനിന്റെ ആയത്തുകൾ ഓതി തീർത്താൽ ലഭിക്കുന്ന പുണ്യങ്ങളുടെ ആ ആഴങ്ങളെ സംബന്ധിച്ച് ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? ഇതൊന്നും നേടാൻ കഴിയാത്ത നിർഭാഗ്യവാന്മാരെ കുറിച്ചാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറഞ്ഞതും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഖുർആനുമായി ഒരു ആത്മബന്ധം സ്ഥാപിക്കാം.
ഖുർആനുമായി ഒരു വലിയ ബന്ധം സ്ഥാപിക്കാൻ ഈ റമദാൻ നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. നമുക്ക് ഈ റമദാൻ കാരണമായി തീരേണ്ടതുണ്ട്. മാത്രമല്ല, ഈ വിശുദ്ധ ഖുർആൻ സ്വീകരിക്കുന്ന ആളുകളുടെ പ്രത്യേകത, ഖുർആൻ അവതരിക്കപ്പെട്ട സമുദായത്തിന്റെ അവസ്ഥ എന്തായി? ഖുർആൻ ലോകത്തിന് നൽകിയ വെളിച്ചം, ഖുർആൻ ലോകത്തിന് സൃഷ്ടിച്ച വിപ്ലവം, ഖുർആൻ ലോകത്തിലുണ്ടാക്കിയ പരിവർത്തനം, ലോകത്തൊരു വേദഗ്രന്ഥത്തിനും നൽകാൻ കഴിയാത്ത പരിവർത്തനമാണ് വിശുദ്ധ ഖുർആൻ ലോകത്തിന് മുന്നിൽ സമ്മാനിച്ചത്. ഖുർആൻ അല്ലാത്ത ഒരു ഗ്രന്ഥത്തിനും ലോകത്തിന്റെ മുന്നിൽ അത്തരം ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല. ഖുർആൻ നന്മയാണെന്ന് പറഞ്ഞൊരു കാര്യം തിന്മയാണെന്ന് പറയാനോ, ഖുർആൻ തിന്മയെന്ന് പറഞ്ഞൊരു കാര്യത്തെ നന്മയെന്ന് പറയാനോ ലോകത്തിന്നു വരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഖുർആനിനെ കുറിച്ച് പഠനം നടത്താൻ ശ്രമിച്ചവരുണ്ട്, ഖുർആനിനെ ഒന്ന് വെല്ലുവിളിക്കാൻ പരിശ്രമിച്ചവരുണ്ട്. പക്ഷേ ഖുർആനിന്റെ ശക്തമായ അതിശക്തമായ ആ ആദർശ ദൃഢതയ്ക്ക് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങി ഖുർആനിന്റെ സുന്ദരമായ മാർഗത്തിലേക്ക് കടന്നു വന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ബുദ്ധിജീവികൾക്കിടയിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ പലപ്പോഴും ഇവർ മനസ്സിലാക്കിയത് പോലെ പോലും ആ ഖുർആനുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് കഴിയണില്ല. മക്കയിലെ മുശ്രിക്കുകൾക്ക് ഖുർആൻ ഉണ്ടാക്കിയ വിപ്ലവം, ആ ഖുർആൻ മക്കത്തെ മുശ്രിക്കിന്റെ മനസ്സിലുണ്ടാക്കിയ സ്വാധീനം പോലും ഇന്നത്തെ മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കുന്നില്ല എന്നതാണ് ഏറെ സങ്കടകരം. അബൂ സുഫിയാനും അബൂ ജഹലും അഹ്നബ് ബിൻ ശുറൈഖ് ഖുറൈശി കൂട്ടങ്ങളുടെ നേതാവായിരുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആനോത്ത് കേൾക്കാൻ നബി തിരുമേനിയുടെ വീടിന്റെ ചുറ്റും ഒന്ന് ഒളിച്ചിരിക്കുകയായിരുന്നു. പരസ്പരം കണ്ടിരുന്നില്ല മൂന്നാൾ. അങ്ങനെ നേരം പുലരാറാവുമ്പോൾ ഒരു തിരിച്ചുപോയി. ഒരു വഴിയിലെത്തി മൂന്നാളും പരസ്പരം കണ്ടുമുട്ടിയപ്പോ ഇവര് ചോദിച്ചു, എവിടെന്നാ? കളവ് പറയാൻ കഴിഞ്ഞില്ല. തലയൊക്കെ ചൊറിഞ്ഞിട്ട് ഒരു പറഞ്ഞു, മുഹമ്മദ് നബിയുടെ വീട്ടിൽ നിന്ന്. എന്തോ ഒരു മാസ്മരികത ഓതുന്ന ആ വാക്യങ്ങൾക്ക് അത് ലയിച്ചിരുന്നു പോയത്. അവരിങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിട്ട് പറഞ്ഞു, നമ്മൾ മക്കത്തെ നേതാക്കന്മാരാ, നമ്മളത് കേൾക്കാൻ പോയ സാധാരണക്കാരെ കാര്യം പറയാനുണ്ട്. അതുകൊണ്ട് നാളെ മുതൽ നമ്മളാരും പോകരുത്, നമ്മൾ പോകാൻ പാടില്ല, പോകുന്ന ആളുകളെ മുഴുവൻ തടയുകയും വേണം. അവർ തീരുമാനിച്ചു. പക്ഷേ പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന്റെ ചുറ്റും കേൾക്കരുതെന്ന് ആഗ്രഹിച്ചിട്ട് പോലും മക്കത്തെ മുശ്രിക്കുകൾ വന്ന് കാത്തിരുന്നുവെന്ന് ചരിത്രപരമായ വസ്തുതകൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇന്നത്തെ മുസ്ലിങ്ങളോ, നമ്മൾ ഖുർആനിന്റെ ആളുകളാണ്, ഖുർആൻ നമ്മുടെ ഗ്രന്ഥമാണ്, നമ്മൾ ഇസ്ലാമിന്റെ ആളുകളാണ്, നമ്മൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആളുകളാണ്. പക്ഷേ കേൾക്കരുതെന്നുള്ള ആഗ്രഹം പോലും ഇല്ല. ഒരു ഖുർആൻ ക്ലാസ്സിന് പോലും പങ്കെടുക്കാൻ കഴിയാത്ത അവസ്ഥാവിശേഷങ്ങളിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താ ചൊവ്വാഴ്ച അങ്ങാടിയിലേക്ക് ഇറങ്ങാത്തത്? അത് മഗ്‌രിബ് നിസ്കരിക്കാൻ പള്ളിയിൽ പോയാൽ ഖുർആൻ ക്ലാസ്സിൽ ഇരിക്കേണ്ടി വരും. നിസ്കരിച്ചിട്ട് എഴുന്നേറ്റ് പോണ ഒരു മോശല്ലേ, അവിടെ നിസ്കരിക്കാൻ തന്നെ ഇല്ല. മക്കത്തെ മുശ്രിക്കിന് പോലും ഇല്ലാത്ത ഒരു ഈമാൻ, ആ മുശ്രിക്കിനുള്ള ഒരു ഈമാൻ പോലും ഖുർആനിന്റെ കാര്യത്തിൽ കാത്തു സൂക്ഷിക്കാൻ കഴിയാത്ത സമകാലിക മുസ്ലിം സമൂഹത്തിനിടയിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഖുർആൻ സൃഷ്ടിച്ച വിപ്ലവം എത്ര വലുതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്ന സമുദായത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. എല്ലാ അന്ധവിശ്വാസങ്ങളും ജീവിച്ചിരുന്ന ആളുകൾ, ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നേഗസ് രാജാവിന്റെ രാജകൊട്ടാരത്തിൽ ചെന്ന് അവരുടെ ജീവിതത്തിന്റെ സാഹചര്യത്തെ വിശദീകരിക്കുന്നുണ്ട്. കുന്നാ നഹ്നു അഹ്ലുൽ ജാഹിലിയ്യ, ഞങ്ങൾ ജാഹിലിയ്യ കാലഘട്ടത്തിലുള്ള ആളുകളായി, നഅബുദുൽ അസ്നാം, വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന, വനഅകുലുൽ മയ്യിത്ത്, ശവന്തീനികളായ, ബന്ധങ്ങളുടെ പവിത്രതകൾ അറിയാത്ത ആളുകളായിരുന്നു ഞങ്ങൾ. ഞങ്ങൾക്കിടയിലേക്ക് വല്ലദീ ബഅസ ഫിൽ ഉമ്മയ്യീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ഞങ്ങളിലേക്ക് ഒരു പ്രവാചകനെ അല്ലാഹു നിയോഗിച്ചു. ഖുർആനിന്റെ ആയത്തുകൾ ഞങ്ങൾ ഓതിത്തന്നു, ഞങ്ങളെ സംസ്കരിച്ചെടുത്തു, ഞങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടായി. എത്രത്തോളം വലിയ പരിവർത്തനം! മദ്യം അവർക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒന്നായിരുന്നു അവരുടെ ജീവിതത്തിൽ. മദ്യം രാത്രി കിടന്നുറങ്ങുമ്പോൾ മദ്യത്തിന്റെ കോപ്പകൾ എടുത്ത് കിടക്കുന്ന തലയണയുടെ ഭാഗത്ത് അവർ വെക്കും. രാവിലെ ഉണർന്നെണീക്കുമ്പോൾ ആ കോപ്പയിൽ ഒരു വണ്ട് വീണ് ചത്തത് അവർ കണ്ടാൽ ആ വണ്ടിനെ ഉയർത്തിപ്പിടിച്ചിട്ട് അവർ പറയുമായിരുന്നു, വണ്ട് നീ എത്ര വലിയ ഭാഗ്യവാനാണ്, ഞങ്ങൾക്ക് കുടിക്കാനുള്ള ഭാഗ്യമല്ലേ കിട്ടിയുള്ളൂ, മദ്യത്തിൽ മുങ്ങി മരിക്കാനുള്ള സൗഭാഗ്യം കിട്ടിയ നീ ഞങ്ങളെക്കാളും വലിയ ശ്രേഷ്ഠനാണ് എന്ന് വണ്ടിനെ നോക്കി പാട്ടുപാടിയിരുന്ന അറബ് രാജ്യത്തെ മദ്യപാനികളായ സമുദായത്തിനിടയിലേക്ക് മദ്യം നൽകിയ മാസ്മരികതയും പേറി ഒട്ടകത്തിന്റെ മൂക്ക് കയറും പിടിച്ച് അറബ് തീരങ്ങളിലൂടെ ചുറ്റി സഞ്ചരിച്ച ആ സമുദായത്തിലേക്ക് അള്ളാഹുവിന്റെ റസൂലിനെ
ശുദ്ധ ഖുർആനിന്റെ വെളിച്ചവുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിന്റെ ആയത്തുകൾ അവരുടെ ഹൃദയങ്ങളിലേക്ക് സന്നിവേശിപ്പിച്ചു. അവർക്കുണ്ടായ പരിവർത്തനം, അവർക്കുണ്ടായ മാറ്റം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ വിശദീകരിക്കുന്നുണ്ട് ഖുർആനിന്റെ ആയത്തുകളിലൂടെ. ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ വിരമിക്കുന്നില്ലേ എന്ന് മദീനയുടെ തെരുവിലൂടെ ഒരു കുട്ടി ഖുർആൻ മദ്യം നിരോധിച്ചുകൊണ്ടുള്ള ആയത്ത് അവതരിച്ചപ്പോൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് കടന്നുപോയി. സ്വഹാബികൾ ചോദിച്ചു, എന്താണ് മോനെ നീ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മദ്യം നിരോധിച്ചുകൊണ്ടുള്ള ആയത്ത് അവതരിച്ചതാണ്. പറഞ്ഞതാരാണ് എന്ന് അവർ പരിഗണിച്ചില്ല. ഇത് കുട്ടിയാണോ, മുതിർന്നവനാണോ, പണ്ഡിതനാണോ, പാമരനാണോ, അവർ പരിഗണിച്ചിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന് ഖുർആനിൽ അവതരിച്ച ആയത്താണോ അത് സത്യമാണ് എന്നവർ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, ഇൻതഹൈന, ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അത് മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറയാൻ മാത്രം പരിവർത്തനമുണ്ടായ ഒരു സമുദായമായി അവർ മാറി. അവരുടെ ജീവിതത്തിൽ ആ മാറ്റമുണ്ടായി, അവരുടെ ജീവിതത്തിൽ ആ പരിവർത്തനമുണ്ടായി. മദ്യത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, തങ്ങളുടെ അയൽവാസി ഒട്ടകക്കുട്ടി തോട്ടത്തിലേക്ക് കടന്നതിന്റെ പേരിൽ പതിറ്റാണ്ടുകളോ യുദ്ധം ചെയ്തിരുന്ന ജസീറത്തുൽ അറബിന്റെ തീരങ്ങളിൽ ജീവിച്ച യുദ്ധക്കൊതിയന്മാരായ മനുഷ്യർക്കിടയിലേക്ക് സാഹോദര്യത്വത്തിന്റെയും സ്നേഹബന്ധത്തിന്റെയും ആഴങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്ന ഖുർആനിന്റെ വചനങ്ങൾ അവതരിക്കപ്പെട്ടപ്പോൾ കരിമ്പാറക്കൂട്ടങ്ങൾ പോലെ കറപിടിച്ചുപോയ മക്കയിലെ മനുഷ്യരുടെ മനസ്സുകളെ ഖുർആനിന്റെ ആയത്തുകൾ കഴുകി വൃത്തിയാക്കി. എത്രത്തോളം എന്നാൽ യുദ്ധക്കളത്തിൽ വെട്ടേറ്റു വീണ് വെള്ളത്തിനു വേണ്ടി യാചിക്കുന്ന സ്വഹാബികൾ തങ്ങൾക്ക് അത്യാവശ്യമുണ്ടായിട്ട് പോലും സഹോദരന്റെ ചുണ്ടിലേക്ക് വെള്ളപ്പാത്രം നീക്കി വെക്കുന്ന സാഹോദരത്വത്തിന്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ ലോകത്തുള്ള മാനവരാശിക്ക് കാണിച്ചു കൊടുക്കുമാറ് പരിവർത്തനമുണ്ടായ ചരിത്രം ഈ ഖുർആനിന്റെ ആയത്തുകളിലല്ലാതെ എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുക? ഈ പരിവർത്തനം ഖുർആനല്ലാതെ ലോകത്തേത് വേദഗ്രന്ഥമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്? ഈ പരിവർത്തനങ്ങളും വിപ്ലവങ്ങളും ഖുർആനല്ലാതെ ഏത് ഗ്രന്ഥമാണ് ലോകത്തിന്റെ മുന്നിൽ കാണിച്ചിട്ടുള്ളത്? ചിരിച്ചു വീണ കുഞ്ഞ് പെൺകുഞ്ഞാണെന്ന വാർത്തയറിയുമ്പോൾ ഇരുണ്ടുപോയ മുഖഭാവങ്ങളുമായി മക്കയിലെ മലമ്പ്രദേശങ്ങളിൽ ചെന്ന് ആഴമുള്ള കുഴികൾ ഉണ്ടാക്കി ആഴങ്ങളിലേക്ക് കുട്ടികളെ വലിച്ചെറിഞ്ഞ് ജീവനോടുകൂടി കുഴിച്ചുമൂടിയ കുട്ടികളെ കുഴിച്ചുമൂടിയ കാട്ടറബികളുടെ സംസ്കാരത്തിലേക്ക് ഏത് കുറ്റത്തിനാണ് മോളെ നീ കൊല്ലപ്പെട്ടതെന്ന് ജീവനോടുകൂടി കുഴിച്ചു മൂടപ്പെട്ട അറബ് നാട്ടിലെ കുട്ടികളോട് ചോദിക്കപ്പെടുമെന്ന് ആയത്ത് അവതരിച്ചപ്പോൾ പ്രവാചകന്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ് തങ്ങളുടെ കുറ്റമേറ്റു പറഞ്ഞ സഹാബികളുടെ ജീവിതമായി നമുക്ക് അവരുടെ ജീവിതത്തെ കാണാൻ കഴിയും. വ്യഭിചാരം അവർക്ക് സാർവത്രികമായി, വിചരിക്കാത്തൊരു രാത്രി പോലും അവർക്ക് കാണാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ അത്ര സ്ത്രീലമ്പടന്മാരായി ജീവിച്ച ഒരു കൂട്ടം ആളുകൾക്കിടയിലേക്ക് വിശുദ്ധ ഖുർആൻ വെളിച്ചവുമായി കടന്നു വന്നു. ഖുർആൻ അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റം എന്താ? ആരും കാണാത്ത ഏതോ രാത്രിയുടെ ഇരുട്ടറയിൽ വ്യഭിചരിച്ചു പോയത് ആരും കണ്ടിട്ടില്ല. ലോകമറിയാത്ത, ലോകമുറങ്ങിക്കിടക്കുന്ന രാത്രിയിൽ ഒരു പെണ്ണിന്റെ കൂടെ കിടപ്പറവം കിട്ടത് അള്ളാഹുവിന്റെ റസൂൽ അറിഞ്ഞിട്ടില്ല, സ്വഹാബത്ത് അറിഞ്ഞിട്ടില്ല, ലോകത്താരും അറിഞ്ഞിട്ടില്ല, സ്നേഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരും ആരും അറിഞ്ഞിട്ടില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് എത്തി തുഹിർനി യാ റസൂലല്ലാഹ്, എന്നെ ശുദ്ധീകരിക്കുക എന്ന് പറയാൻ മാത്രം മാനസികമായ പരിവർത്തനം ഉണ്ടായ സമുദായമായി ഖുർആൻ അവരെ മാറ്റി. ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞ വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുമെന്ന ശുദ്ധീകരണം പ്രതീക്ഷിച്ചിട്ടാണോ അവർ വന്നത്? അല്ല. വ്യഭിചാരിക്കുള്ള ശുദ്ധീകരണ പ്രക്രിയ എന്താണ് എന്ന് തിരിച്ചറിയുന്ന ആളുകളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് ആരും കാണാത്ത രാത്രികളിൽ ചെയ്തുപോയ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് കടന്നു വന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് ഖുർആനല്ലാതെ ലോകത്താരാണ് ഇത്തരത്തിലുള്ള വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്? ഖുർആനല്ലാതെ ഈ വെളിച്ചവും തെളിച്ചവും ആരാണ് നമുക്ക് മുന്നിൽ കാണിച്ചിട്ടുള്ളത്? ആദർശപരമായ ദൃഢത ഖുർആൻ അവരുടെ ജീവിതങ്ങളിലേക്ക് നൽകി. ഒന്നാമത്തെ ഖുർആൻ അഭിസംബോധന ചെയ്ത ആശയം എന്താ? യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ശുദ്ധമായ ജീവിതം നയിക്കാൻ ഈ തൗഹീദ് അവരെ പ്രേരിപ്പിച്ചു. എല്ലാത്തിനേക്കാളും വലുത് അല്ലാഹു അവർക്ക് പ്രിയപ്പെട്ടതായി. ഖുർആൻ അല്ലാഹുവിനെ അവർക്ക് പ്രിയപ്പെട്ടതാക്കി, പ്രവാചകനെ അവർക്ക് പ്രിയപ്പെട്ടതാക്കി. ആ ഖുർആനിന്റെ ആയത്തുകൾ വിശുദ്ധ തൗഹീദ് പഠിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാടുകളെ വിശദീകരിച്ച് കടന്നു വന്ന ആ വചനങ്ങൾ അവർക്ക് ആവേശഭരിതമായ നിലപാടുകൾ സ്വീകരിക്കാനുള്ള കരുത്ത് നൽകി. സ്വന്തം ഉമ്മ മകന്റെ മുന്നിൽ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ മോന്റെ മുന്നിലെത്തി പറഞ്ഞു, നീ ആ മതൊഴിവാക്കണം. മകൻ പറഞ്ഞു, കഴിയില്ല. ഉമ്മയെ ഏറെ പ്രിയപ്പെട്ടവനാണ് ആ മകൻ, മകനേറെ പ്രിയപ്പെട്ടവളാണ് ആ ഉമ്മ. പക്ഷേ ഉമ്മയുടെ വാക്കുകൾ അവിടെ സ്വീകരിക്കാൻ തയ്യാറായില്ല.
ഉമ്മ പറഞ്ഞു, ഞാൻ പച്ചവെള്ളവും ഭക്ഷണവും പോലും കഴിക്കാതെ ഇവിടെ പിടഞ്ഞു വീണ് മരിക്കുന്ന നിനക്ക് കാണേണ്ടി വരും. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹുവിനോട് പറഞ്ഞതാ. സഅദ് റളിയല്ലാഹുവിന് ഖുർആൻ നൽകിയ കരുത്ത് എന്താ അറിയോ? ഖുർആൻ നൽകിയ കരുത്ത് വെച്ച് സഅദ് റളിയല്ലാഹുവിന് വെറും 100 ആത്മാക്കളുണ്ട് ഉമ്മക്ക്. പക്ഷേ 100 ആത്മാക്കളും വെള്ളം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ പിടഞ്ഞു വീണ് ഇവിടെ മരിച്ചു വീണാലും ശരി, മുഹമ്മദ് നബി പകർന്നു തന്ന തൗഹീദിന്റെ കരുത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല. അത് ഖുർആൻ നൽകിയ കരുത്തായിരുന്നു. ഇതേ ഖുർആനല്ലേ നമ്മുടെ കൈകളിലുള്ളത്? ഇതേ ഖുർആനിന്റെ കോപ്പികളല്ലേ നമ്മുടെ ജീവിതത്തിലുള്ളത്? പക്ഷേ അതുമായിട്ടൊരു ആത്മബന്ധം സ്ഥാപിച്ച് ഒരു വെളിച്ചം നേടാൻ കഴിയുന്ന സമൂഹമായി മാറാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്, നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഖുർആൻ പഠിക്കരുതെന്ന് പറഞ്ഞ ഒരു സമുദായത്തിനിടയിൽ വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചവുമായി ഈ സമുദായത്തെ വഴി നടത്തിയവരല്ലേ നമ്മൾ. ഒരായത്ത് പോലും പഠിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കപ്പെട്ടിരുന്ന സമുദായം. ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ മാത്രമാണ് ഓതൽ നിർബന്ധമായിട്ടുള്ളത്. അതുപോലും പഠിക്കൽ പ്രത്യേക നിർബന്ധമില്ല, സുന്നത്തുമില്ല എന്ന് പഠിപ്പിക്കപ്പെട്ടിരുന്ന ഒരു സമുദായം. ആ സമുദായത്തിനിടയിൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തവരല്ലേ നമ്മൾ. ഖുർആൻ നമുക്ക് എന്തുകൊണ്ടാണ് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്? ആ ഖുർആൻ പരിഭാഷ അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ കൈകളില്ലാത്തവരുണ്ട്. ഒരാവർത്തി ആ ഖുർആൻ പരിഭാഷ എന്ന് വായിച്ചു തീർക്കാൻ കഴിഞ്ഞ എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? 50, 60, 70 പ്രായമുള്ളവരില്ലേ? ഒരാവർത്തി ഒരു ഖുർആൻ പരിഭാഷ വായിച്ചു തീർക്കാൻ സൗഭാഗ്യം കിട്ടിയ എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് ഉണ്ടാകുമെന്ന് നാം ഒരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. ഖുർആൻ വേണ്ടെന്ന് പറഞ്ഞ സമുദായത്തെ കൊണ്ട് ഖുർആൻ പഠിപ്പിച്ച സമൂഹത്തിന് ആ ഖുർആൻ പരിഭാഷയിൽ ആവർത്തി വായിച്ചു തീർക്കാൻ കഴിയണം. പിന്നെ എങ്ങനെ അതിന്റെ ആയത്തുകൾ നമുക്ക് നന്മയും പ്രചോദനവും നൽകുക? ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ എന്ന ആയത്ത് അവതരിച്ച ഖുർആനിൽ ആയത്ത് അവതരിച്ചപ്പോ മഹാനായ അബൂ തുലത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഓടി നബിയുടെ അടുക്കലേക്ക്. എന്നിട്ട് പറഞ്ഞു, നബിയേ, എനിക്ക് ബൈറുവായിൽ ഒരു തോട്ടമുണ്ട്. ആ തോട്ടം ഞാനിതാ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാ, അള്ളാഹിന്റെ മാർഗത്തിലേക്ക് നൽകിയിരിക്കുന്നു. ഒരു ആയത്ത് അവതരിച്ചപ്പോൾ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ വരുന്നില്ല. എന്താ കാരണം? ഒരു ആയത്ത് ഖുർആനിൽ അവതരിച്ചു. ഏതായത്ത്? യാ അയ്യുഹല്ലദീന ആമനു എന്ന് തുടങ്ങുന്ന സത്യവിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദത്തെ ഉയർത്തരുത്, നിങ്ങളുടെ അമലുകൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് ആയത്ത് അവതരിച്ചപ്പോൾ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ വരുന്നില്ല. ചോദിച്ചു, എന്താ പള്ളിയിൽ വരാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആയത്ത് അവതരിച്ചതറിഞ്ഞില്ല. എന്റെ ശബ്ദം സ്വാഭാവികമായും കുറച്ചുയർന്നതാണ്. ഞാൻ സംസാരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തെക്കാളും ഉയർന്നു പോകുമോ എന്ന് ഞാൻ പേടിക്കും. ഒരായത്ത് അവതരിച്ച അത് ജീവിതത്തിലേക്ക് അവരുടെ ഒരു മാർഗദർശനമായി അവർ സ്വീകരിക്കുമായിരുന്നു. അവരുടെ ഒരു വെളിച്ചമായിട്ട് അവർ സ്വീകരിക്കുമായിരുന്നു. അവരുടെ തെളിച്ചമായിട്ട് അവർ സ്വീകരിക്കുമായിരുന്നു. അതവരെ സ്വർഗത്തിലേക്ക് നയിച്ചു. അതവരെ ആ ഖുർആൻ വെളിച്ചത്തിലേക്ക് നയിച്ചു. ആ ഖുർആൻ അവരെ നന്മയിലേക്ക് നയിച്ചു. അതുമായി ഒരു ആത്മബന്ധം ഉണ്ടാക്കാൻ, ഒരു സ്നേഹബന്ധം ഉണ്ടാക്കാൻ, ഖുർആനുമായി ഒരു താല്പര്യം ഉണ്ടാക്കാൻ സാധിക്കുന്നവരായി ഈ റമദാൻ നമ്മെ പരിവർത്തിപ്പിക്കേണ്ടതുണ്ട്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു വാക്ക് പറഞ്ഞു. അതറിയോ? നിങ്ങളൊരു സമുദായത്തെ പോലെ ആകരുത്, ഒരു സമൂഹത്തെ പോലെ ആകരുത്. എന്താ സമൂഹത്തിന്റെ പ്രത്യേകത? അവർ ഖുർആൻ എടുക്കും, പക്ഷെ അത് അവർക്ക് എത്തിപ്പിടിക്കാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ ഖുർആനൊക്കെ ഇങ്ങനെ ഓതാൻ തുടങ്ങും, ആഗ്രഹമൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊന്ന് ഓതി തീർക്കാൻ ഒരുപാട് കാലം കിട്ടിയാലും കഴിയാത്ത സമൂഹത്തെ പോലെ ആകരുത്. എല്ലാ നന്മകളും തടയപ്പെട്ടവരാണ്, എല്ലാ നന്മകളും തടയപ്പെട്ടവർ. റമദാൻ തുടങ്ങുമ്പോൾ സജീവമായിട്ട് ഖുർആൻ എടുത്ത് ഓതും. അങ്ങനെ 2 ദിവസം ഓതി കഴിയുമ്പോൾ പിന്നെ ഇങ്ങനെ ആലോചിക്കും, ആദ്യത്തെ 10 ഒന്ന് കഴിയട്ടെ, തുടങ്ങിയല്ലേ, രണ്ടാമത്തെ 10 സജീവാക്കാം, രണ്ടാമത്തെ 10 മാറ്റും. അവിടെ എത്തുമ്പോൾ ഇങ്ങനെ വിചാരിക്കും, അവസാനത്തെ 10 ആട്ടൊന്ന് ഇത്തിക്കാഫും ഖിയാമുലിലേക്ക് ഇരുന്നിട്ട് അപ്പോ ഓതി തീർക്കാം. അങ്ങനെ റമദാൻ കഴിഞ്ഞ് ശവ്വാലിന്റെ പിറകണ്ട വാർത്ത അറിയുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, പടച്ചോനെ, ഈ റമദാനിൽ ഇത് ഓതി തീർക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറയുന്ന ഒരു സമുദായത്തെ പോലെ നിങ്ങൾ ആകരുത്. എല്ലാ നന്മകളും തടയപ്പെട്ടവരും, എല്ലാ നന്മകളും അള്ളാഹുവിന്റെ മുഴുവൻ നന്മകളും തടയപ്പെട്ടവരാണ് അവരെന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മെ സംബന്ധിച്ചാണോ പറഞ്ഞത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കും. ഖുർആൻ വിപ്ലവം സൃഷ്ടിച്ചത് അത് 1400 കൊല്ലം മുമ്പല്ലേ. ഇപ്പോൾ നമുക്ക് വിപ്ലവം സൃഷ്ടിക്കാൻ നമുക്ക് കാണാൻ കഴിയും, സംശയിക്കുന്നുള്ളൂ. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഖുർആൻ സൃഷ്ടിച്ച വിപ്ലവം എത്ര വലുതാണെന്ന് നിങ്ങൾക്കറിയാം. ഡോക്ടർ ഉസ്മാൻ സാഹിബിനെ കുറിച്ച് കേൾക്കാത്തവരുണ്ട്. ഡോക്ടർ ഉസ്മാൻ സാഹിബ് എന്ന മഹാമനീഷി ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബ് മലബാറിലെ മാപ്പിളമാർക്കിടയിൽ ദൈവനിരാസ പ്രചരിപ്പിച്ച് കഴിഞ്ഞുകൂടിയിരുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ ഒരു ചരിത്രമുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പുള്ളൊരു ചരിത്രം അദ്ദേഹത്തിന്. മതനിരാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. മതനിഷേധ പ്രവർത്തനങ്ങൾ മലബാറിലെ മാപ്പിളമാർക്കിടയിൽ ശക്തമായി പ്രചരിപ്പിച്ച് കേരളത്തിന്റെ മണ്ണിൽ അതിശക്തമായ പണിയെടുത്ത ഡോക്ടർ ഉസ്മാൻ സാഹിബ് എന്ന ഒരു മതനിഷേധി മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായി. അദ്ദേഹത്തിന്റെ അന്ന് അക്കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ശത്രുവായിരുന്നു KC അബൂബക്കർ മൗലവി.
KC അബൂബക്കർ മൗലവി ഡോക്ടർ ഉസ്മാൻ സാഹിബ് മതനിഷേധപരമായ ഒരു പ്രസംഗം നടത്തിയ അന്ന് KC അബൂബക്കർ മൗലവിന് മറുപടി പറയുകയായിരുന്നു, ഖുർആനിന്റെ ആയത്തുകൾ ഉദ്ധരിച്ചു. KC അബൂബക്കർ മൗലവിയെ അതിശക്തമായ ദേഷ്യമായിരുന്നു ഡോക്ടർ ഉസ്മാൻ സാഹിബ്. ആ ദേഷ്യവും പകയും സഹിക്കവയ്യാതെ ഡോക്ടർ ഉസ്മാൻ സാഹിബ് ഒരു നാടകം എഴുതി. ഇജ്ജൊരു നല്ല മനുഷ്യനാകാൻ നോക്കുന്ന ഒരു നാടകം. ആ നാടകത്തിന്റെ പ്രത്യേകത എന്താ? KC അബൂബക്കർ മൗലവിയെ ടാർഗറ്റ് ചെയ്ത് മാത്രം എഴുതിയൊരു നാടകം. KC അബൂബക്കർ മൗലവി എന്ന മഹാമനീഷിയെ തൊലിയിരിച്ച് സമൂഹത്തിന്റെ മുന്നിൽ നാണം കെടുത്താൻ മാത്രം പകയോടുകൂടി KC അബൂബക്കർ മൗലവിയെ ടാർഗറ്റ് ചെയ്ത് ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതിയ നാടകം മലബാറിലെ മാപ്പിളമാർക്കിടയിൽ ഏറെ സ്വാധീനം നേടിയ ഒരു നാടകവും കൂടിയായിരുന്നു. അങ്ങനെ ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ ജീവിതത്തിൽ ഒരു രംഗമുണ്ട്. അദ്ദേഹം ഒരു ആയിഷ എന്ന് പറയുന്ന ഒരു നോവൽ എഴുതാൻ തീരുമാനിച്ചു. ആയിഷ എന്ന് പറയുന്ന നോവല് അദ്ദേഹം എഴുതി. അതിങ്ങനെ പൂർത്തിയാകുന്ന ഒരു ഘട്ടമായി, അതിന്റെ അവസാന ഘട്ടമായപ്പോ അദ്ദേഹത്തിന്റെ ആ ആയിഷ എന്ന കഥാപാത്രം മരിക്കുന്ന രംഗമാണ്. ആത്മഹത്യ. ആയിഷ എന്ന കഥാപാത്രം ആത്മഹത്യ ചെയ്തു. അവിടെ ഡോക്ടർ ഉസ്മാൻ സാഹിബ് ഫുൾ സ്റ്റോപ്പ് ഇട്ടു. എന്നിട്ട് തന്റെ പേന അദ്ദേഹം അടുത്ത വരിയിൽ വെച്ചു. ഇനി എഴുതണം. ആലോചിച്ചു, എന്താ എഴുതുക? ആയിഷ മരിച്ചു, മരണത്തിന് ശേഷം എന്താ അറിയില്ല. രാത്രി മുഴുവൻ ഇരുന്ന് ആലോചിച്ചു ഉസ്മാൻ ഡോക്ടർ. ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. തിരിഞ്ഞു മറിഞ്ഞൊക്കെ ആലോചിച്ചു. ആയിഷ എന്ന കഥാപാത്രം മരിച്ചുപോയി. ഇനി മരണത്തിന് ശേഷം ആയിഷക്ക് എന്ത് സംഭവിക്കും അറിയില്ല, എഴുതാൻ കഴിയുന്നില്ല. നേരം പുലരുമ്പോ അരീക്കോട്ടേക്കാണ് ഡോക്ടർ ഉസ്മാൻ സാഹിബ് യാത്രയായത്. അരീക്കോട്ട് KC അബൂബക്കർ മൗലവിന്റെ വീട്ടിലേക്കാണ് അന്ന് നേരം പുലരുമ്പോഴേക്കും ഡോക്ടർ ഉസ്മാൻ സാഹിബ് എത്തിയത്. വാതിൽ മുട്ടി KC അബൂബക്കർ നിസ്കാരം കഴിഞ്ഞ് വാതിൽ ഇങ്ങനെ തുറക്കുമ്പോൾ കാണുന്നത് തന്റെ ഏറ്റവും വലിയ ശത്രു നേരം പുലരുന്നതിന് മുമ്പ് വീടിന്റെ മുറ്റത്താണ്. അത്ഭുതപ്പെട്ടു പോയി. KC ചോദിച്ചു, ഡോക്ടർ എന്താണ് താങ്കൾക്ക് പറ്റിയത്? താങ്കൾ എന്താ ഇത്ര നേരത്തെ? അദ്ദേഹം പറഞ്ഞ ഒരു പ്രശ്നമുണ്ട്, അതിന്റെ പരിഹാരം തേടി ഇറങ്ങിയത്. അങ്ങനെ സ്വീകരിച്ചിരുത്തി ഡോക്ടർ ഉസ്മാൻ സാഹിബിനോട് പ്രശ്നം ചോദിച്ചു. ഉസ്മാൻ ഡോക്ടർ തന്റെ പ്രശ്നം പറഞ്ഞു. എന്റെ ആയിഷ എന്ന കഥാപാത്രം മരിച്ചുപോയി. ഇനി ആയിഷയുടെ ജീവിതത്തിൽ എന്താണ്? ആയിഷയുടെ ജീവിതത്തിലെ ബാക്കി എനിക്കറിയില്ല. താങ്കൾക്കറിയാമെങ്കിൽ താങ്കളുടെ മതം പറയുന്നെന്ന് പറഞ്ഞതാ. ഉസ്മാൻ ഡോക്ടറെ ഇരുത്തി KC അബൂബക്കർ മൗലവി തന്റെ ഷെൽഫ് തുറന്നു. അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആന്റെ പരിഭാഷ അദ്ദേഹം എടുത്തു. ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ മുന്നിൽ അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയുടെ സാഗര തീരങ്ങൾ അദ്ദേഹം തുറന്നു വെച്ചു. പരലോകത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്ന സുന്ദരമായ ചരിത്രങ്ങൾ ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ ഹൃദയങ്ങളിലേക്ക് ഒരു പ്രകാശ വേഗതയിൽ കടന്നുപോയി. ഡോക്ടർ ഉസ്മാൻ സാഹിബ് അന്ന് ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് AP അബ്ദുൽ ഖാദർ മൗലവിയുടെ വീട്ടിലേക്കും KP മുഹമ്മദ് മൗലവിയുടെ വീട്ടിലേക്കുമായിരുന്നു. അവിടെ നിന്ന് മരിക്കുന്നതുവരെ കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തിരുന്നിട്ടാണ് ഡോക്ടർ ഉസ്മാൻ സാഹിബ് പിന്നെ ഈ ലോകത്തോട് യാത്ര പറയുന്നത്. ഒരു ഖുർആന്റെ അത്ഭുതമായിരുന്നു ഡോക്ടർ ഉസ്മാൻ സാഹിബ്. ഖുർആൻ സൃഷ്ടിച്ച ഒരു വിപ്ലവമായിരുന്നു ഡോക്ടർ ഉസ്മാൻ സാഹിബ്. ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്തുന്ന പുസ്തകം വായിക്കാത്ത ആളുകൾ ഈ സദസ്സിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ആത്മാർത്ഥമായ മുജാഹിദ് പ്രവർത്തകർ നിർബന്ധമായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് K ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്തുന്ന ഒരു പുസ്തകം. ഒരു നൂറ്റാണ്ടിന്റെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രമാണ്. ഒരു നൂറ്റാണ്ടിന്റെ ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ ചരിത്രമാണ്. ത്യാഗങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയ ജീവിതത്തിന്റെ വെളിച്ചമാണ് ഉമർ മൗലവി ഈ പുതിയ തലമുറക്ക് പകർന്നു നൽകിയ ഓർമ്മകളുടെ തീരത്തുന്ന പുസ്തകം. ആ പുസ്തകത്തിൽ ചരിത്രപരമായ ഒരു ഖുർആനിന്റെ അത്ഭുതത്തെ കുറിച്ച് ഉമർ മൗലവി വിശദീകരിക്കുന്നുണ്ട്. കൊച്ചിയിലെ കുഞ്ഞി മുഹമ്മദ് സ്രാങ്ക് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ നമുക്കതിൽ പരിചയപ്പെടാൻ കഴിയും. ഒരു കടലിൽ മത്സ്യം പിടിക്കുന്ന മത്സ്യത്തൊഴിലാളിയായ ഒരു കുഞ്ഞി മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം ഉണ്ടായി. അദ്ദേഹം ഖുർആന്റെ ഒരു അക്ഷരം പോലും വായിക്കാൻ അറിയാത്തൊരു സാധാരണക്കാരൻ. ഖുർആനിന്റെ ഒരു അക്ഷരം പോലും വായിക്കാൻ അറിയാത്തൊരു സാധാരണക്കാരൻ. ഉമർ മൗലവിയുടെ ഖുർആൻ ക്ലാസ് കൊച്ചിയിൽ നിന്ന് കേൾക്കാൻ ആരംഭിച്ചു, പഠിക്കാൻ ആരംഭിച്ചു. ഉമർ മൗലവിയുടെ നാവിൽ നിന്ന് ഖുർആനിന്റെ ആയത്തുകൾ അദ്ദേഹത്തിന്റെ മനസ്സിന് വലിയ പരിവർത്തനം നൽകി. എറണാകുളത്തെ ഏറ്റവും വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ഈ കുഞ്ഞി മുഹമ്മദ് സ്രാങ്ക് എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഉമർ മൗലവിയുടെ ശിഷ്യനായി മാറി. ഉമർ മൗലവിയുടെ ഖുർആൻ ക്ലാസ്സിൽ ഉമർ മൗലവി വളർത്തിക്കൊണ്ടുവന്നു അദ്ദേഹത്തെ. അങ്ങനെ ഒരു ചെറുതായിട്ടൊക്കെ സ്വാഗതമൊക്കെ പറയാൻ ആരംഭിച്ചു അദ്ദേഹം. ക്ലാസ് തുടങ്ങണയുണ്ട്. പക്ഷെ ഉമർ മൗലവിക്ക് പറയാൻ കഴിയില്ല. ഒരു ദിവസം ഉമർ മൗലവി ക്ലാസ് എടുക്കാനില്ല. ആ ആളുകളൊക്കെ കൂടി ഇയാളെ ഖുർആൻ ക്ലാസ് എടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. അതിനുപരി ക്ലാസ് എടുക്കാൻ വേണ്ടി സദസ്സിന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴാണ് യാത്രയും കഴിഞ്ഞ് ഉമർ മൗലവി ഇങ്ങനെ കയറി വരുന്നത്. ഉമർ മൗലവിനെ കണ്ട് ഉമർ മൗലവി ഇങ്ങനെ കയറി വന്ന് തന്റെ ശിഷ്യൻ ക്ലാസ് എടുക്കുന്നുണ്ട്. ആ സദസ്സിൽ അങ്ങനെ ബാക്കിലിരുന്നു.
പെട്ടെന്ന് നല്ല ആചാനബാഹുവായ ധൈര്യശാലിയായ ഒരു നല്ല വിരിഞ്ഞ നെഞ്ചും ശക്തമായ ശരീരവുമുള്ള മനുഷ്യൻ ഒരു കുട്ടിയെ പോലെ കിടന്ന് വിറക്കാൻ തുടങ്ങി. വിറച്ചിട്ട് അദ്ദേഹത്തിന് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. അതിശക്തമായി വിറച്ച് അദ്ദേഹം തന്റെ തൊട്ടടുത്ത കസേരയിൽ ഇരുന്നു. ആളുകളൊക്കെ പേടിച്ചു, ബേജാറ, എന്താ പ്രശ്നം? അങ്ങനെ ആളുകളൊക്കെ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് എന്റെ ഉസ്താദിനോട് ഒരു കാര്യം പറയാം. അങ്ങനെ ഉമർ മൗലവിന്റെ കാതിൽ പറഞ്ഞു, മൗലവി, നിങ്ങൾ എന്റെ മുന്നിലിരുന്നാൽ എനിക്ക് ഒന്നും സംസാരിക്കാൻ കഴിയില്ല. നിങ്ങൾ ഇരിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ബാക്കിലിരിക്കും മൗലവി, ബാക്കിലേക്ക് വന്നിരിക്കും. മറുമൗലവി ബാക്കിലിരിക്കും. അദ്ദേഹത്തിന്റെ ഖുർആൻ ക്ലാസ് അവിടെ നിന്ന് ഒരു സംഭവമായിരുന്നു. നിലമ്പൂരിന്റെ മണ്ണിൽ ഡോക്ടർ ഉസ്മാൻ സാഹിബ് ഒരിക്കൽ ഒരു ഖുർആൻ പ്രഭാഷണം സംഘടിപ്പിച്ചു. അതിലെ പ്രഭാഷകൻ ഇസ്ലാഹി കേരളത്തിലെ വലിയ പണ്ഡിതന്മാരായിരുന്നില്ല. ഈ കുഞ്ഞു മുഹമ്മദ് സ്രാങ്ക് എന്ന് പറയുന്ന ഉമർ മൗലവിയുടെ ശിഷ്യനായിരുന്നു അതിലെ പ്രഭാഷകൻ. ആയിരക്കണക്കിന് ആളുകൾ അന്ന് നിലമ്പൂരിന്റെ മണ്ണിൽ ഖുർആനിന്റെ അത്ഭുതത്തെ കാണാൻ ഒരുമിച്ചു കൂടി. സ്വാഗതം പറഞ്ഞ ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ പ്രഭാഷണത്തിന്റെ വരികൾ കെ ഉമർ മൗലവി ആ പുസ്തകത്തിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഖുർആനിന്റെ അത്ഭുതത്തെ നിങ്ങൾക്ക് കാണാനാണ് നിങ്ങൾ വന്നതെങ്കിൽ ഖുർആനിന്റെ അത്ഭുതത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഖുർആൻ സൃഷ്ടിച്ച ഒരു വിപ്ലവത്തെ നിങ്ങൾക്ക് കാണണോ? ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന മനുഷ്യൻ ഖുർആൻ സൃഷ്ടിച്ച ഒരു വിപ്ലവമാണ്. എന്നിട്ട് അദ്ദേഹം തന്റെ പ്രഭാഷണം ആരംഭിച്ചു. കുഞ്ഞു മുഹമ്മദ് സ്രാങ്ക് എന്ന കൊച്ചിയിലെ ഖുർആൻ അക്ഷരങ്ങൾ പോലും വായിക്കാൻ അറിയാത്ത സാധാരണക്കാരൻ ഡോക്ടർ ഉസ്മാൻ സാഹിബ് ഒരുക്കി കൊടുത്ത സ്റ്റേജിൽ ആയിരക്കണക്കിന് മുസ്ലിം സഹോദരങ്ങളെ സാക്ഷി നിർത്തി അന്ന് 4 മണിക്കൂറോളം ഖുർആനിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് സംസാരിച്ചു. ഖുർആനിന്റെ ജീവിക്കുന്ന അത്ഭുതങ്ങളായിരുന്നു അവർ. ഖുർആനുമായി ബന്ധം സ്ഥാപിച്ചപ്പോൾ ഖുർആൻ അവരെ വളർത്തിക്കൊണ്ടുവന്നു. ഖുർആൻ അവരുടെ ജീവിതങ്ങൾക്ക് വെളിച്ചം നൽകി, അവരുടെ ജീവിതത്തിന് നന്മകൾ നൽകി. അതുകൊണ്ട് എന്റെ സ്നേഹിതന്മാരും എന്റെ പരിമിതമായ അവസാനിച്ച ഈ സമയത്തിന്റെ ഭൂമികയിൽ നിന്ന് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമുക്ക് അത്ഭുതങ്ങളായി തീരാൻ കഴിയണം. ഖുർആനുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ കഴിയാം. ഖുർആനുമായി ഒരാത്മബന്ധം സ്ഥാപിച്ച് ഖുർആൻ സൃഷ്ടിച്ച വലിയ വിപ്ലവങ്ങളായി തീരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നാളെ പരലോകത്ത് കടന്നു ചെല്ലുമ്പോൾ ഈ ഖുർആനിന്റെ വഴികാട്ടിയായിരുന്നു എന്ന് പറയാൻ സാധിക്കുന്നവരായി, ഖുർആനിനെ പിന്നിലേക്ക് വെച്ച് നരകം വാങ്ങുന്നവരായിട്ടല്ല, ഖുർആനിനെ ഇമാമായി നിർത്തി സ്വർഗം വാങ്ങുന്ന വിശ്വാസികളായി നമ്മൾ മാറണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ സർവ്വരംഗങ്ങളിലും ഈ ഖുർആൻ വെളിച്ചം വീശുന്ന മുത്തഖീങ്ങളിൽ ആ നാഥൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.